ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആധാർ കാർഡ് ഉള്ളവരെല്ലാം അറിഞ്ഞിരിക്കേണ്ട സുപ്രധാനമായ ചില അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക. ആധാർ കാർഡ് ലഭിച്ചിട്ടുള്ളവർ ഓരോ 10 വർഷം കൂടുമ്പോഴും അത് അപ്ഡേറ്റ് ചെയ്യണമെന്ന് സർക്കാർ ഭാഗത്തു നിന്നും നിർദ്ദേശം വന്നിട്ട് 2 വർഷത്തോളമാകുന്നു. ഇതിനകം പലരും അവരുടെ ആധാർ കാർഡുകൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇനിയും ധാരാളം പേർ അപ്ഡേഷൻ നടത്തുവാനുണ്ട്. പേരിലും അഡ്രസ്സിലും മാറ്റമില്ലെങ്കിൽ പോലും 10 വർഷത്തിലൊരിക്കൽ ആധാർ അപ്ഡേറ്റ് ചെയ്യുന്നത് ആധാർ വിവരങ്ങളുടെ കൃത്യത ഉറപ്പാക്കുമെന്നതിനാൽ ഇപ്പോൾ പല തവണയായി ആധാർ അപ്ഡേഷൻ സൗജന്യമായി ചെയ്യുന്നതിനുള്ള സമയം UIDAI നീട്ടി നൽകിയിരിക്കുകയാണ്. സൗജന്യമായി ആധാർ അപ്ഡേഷൻ നടത്തുവാനുള്ള സമയം സെപ്റ്റംബർ 14 അവസാനിക്കേണ്ടിയിരുന്നത് ഇപ്പോൾ ഡിസംബർ 14 വരെ നീട്ടിയിട്ടുണ്ട്. ഇത് 5ാം തവണയാണ് സമയം നീട്ടി നൽകുന്നത്. 10 വർഷം കഴിഞ്ഞ ആധാർ അപ്ഡേറ്റ് ചെയ്യുവാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിലവിലുള്ള നിങ്ങളുടെ ആധാർ വിവരങ്ങളിൽ എന്തെങ്കിലും തിരുത്തലുകൾ വരുത്തുവാനുണ്ടെങ്കിലോ UIDAIയുടെ വെബ്സൈറ്റിൽ കയറി സൗജന്യമായി ഇക്കാര്യം ചെയ്യാവുന്നതാണ്. എന്നാൽ അക്ഷയ കേന്ദ്രങ്ങളിലോ CSC സെന്ററുകളിലോ ആധാർ സേവന കേന്ദ്രങ്ങളിലോ എത്തിയാണ് ഇത് ചെയ്യുന്നതെങ്കിൽ അതിനുള്ള ഫീസ് നൽകേണ്ടി വരും. ഓൺലൈനായി സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചോ കമ്പ്യൂട്ടർ ഉപയോഗിച്ചോ സ്വയം ചെയ്യുന്നതിനാണ് സൗജന്യ സേവനം അനുവദിച്ചിരിക്കുന്നത്. നിലവിൽ എല്ലാ കേന്ദ്ര സംസ്ഥാന സർക്കാർ സേവനങ്ങൾക്കും മറ്റ് ധനകാര്യ സേവനങ്ങൾക്കുമെല്ലാം ആധാർ നമ്പർ നൽകേണ്ടതായി വരുന്നുണ്ട്. പലപ്പോഴും ആധാറിനൊപ്പം നൽകിയിരുന്ന മൊബൈൽ നമ്പറിലേക്ക് OTPയും വരും. അതിനാൽ തന്നെ നിങ്ങൾ ഇതുവരെ ആധാറിൽ മൊബൈൽ നമ്പർ ചേർത്തിട്ടില്ലെങ്കിൽ ഉടനെ മൊബൈൽ നമ്പർ ചേർക്കുക. അതുപോലെ നേരത്തെ നൽകിയ മൊബൈൽ നമ്പർ അല്ല ഇപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ആധാറിൽ പഴയ നമ്പർ മാറ്റി നിങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന നമ്പർ ചേർക്കുക. അതുപോലെ തന്നെ ക്ഷേമ പെൻഷനുകൾ ഒക്കെ ലഭിക്കുന്ന അല്ലെങ്കിൽ വിവിധ സർക്കാർ ആനുകൂല്യങ്ങൾക്ക് ബയോമെട്രിക് മെഷീനിൽ വിരലുകൾ അമർത്തി ആധാർ ഒതന്റിഫിക്കേഷൻ ഒക്കെ വേണ്ടി വരുന്നവർ 10 വർഷത്തിലൊരിക്കൽ അക്ഷയ കേന്ദ്രങ്ങളിലോ ആധാർ സേവന കേന്ദ്രങ്ങളിലോ തങ്ങളുടെ ബയോമെട്രിക് രേഖകൾ അപ്ഡേറ്റ് ചെയ്യുന്നത് പിന്നീട് ആനുകൂല്യങ്ങൾക്കായി ബയോമെട്രിക് മെഷീനിൽ വിരലമർത്തുമ്പോൾ അത് പരാജയപ്പെടുന്ന സാഹചര്യം ഇല്ലാതാക്കുവാൻ സഹായിക്കും. അതുപോലെ ഇപ്പോൾ പലരും 10 വർഷത്തിലൊരിക്കൽ തങ്ങളുടെ ഫോട്ടോയും അപ്ഡേറ്റ് ചെയ്യുന്നവരുണ്ട്. കാരണം ഇപ്പോൾ പല കാര്യങ്ങൾക്കും ആധാർ അധിഷ്ഠിത ഫേസ് ഒതന്റിക്കേഷൻ വേണ്ടി വരുന്നുണ്ട്. PM കിസാൻ നിധിയിലുള്ളവർക്ക് eKYC പോലുള്ള ആധാർ അധിഷ്ഠിത ഫേസ് ഒതന്റിഫിക്കേഷനിലൂടെ പൂർത്തിയാക്കാവുന്നതാണ്. അതുപോലെ LPG ഗ്യാസ് കണക്ഷൻ മസ്റ്ററിംഗ്, ഗ്യാസ് വിതരണ കമ്പനികളുടെ ആപ്പിലൂടെ ആധാർ അധിഷ്ഠിത ഫേസ് ഒതന്റിഫിക്കേഷനിലൂടെയും പൂർത്തിയാക്കാം. നിങ്ങളുടെ ഇപ്പോഴത്തെ മുഖവുമായി ഏറ്റവും കൃത്യതയുള്ള ഫോട്ടോ ആണ് ആധാറിൽ ഉള്ളതെങ്കിലാണ് സുഗമമായി ഫേസ് ഒതന്റിഫിക്കേഷൻ പൂർത്തിയാവുക. ഇത് നേരിട്ട് ചെയ്യുവാൻ സാധിക്കില്ല. അക്ഷയ കേന്ദ്രങ്ങളിലോ ആധാർ സേവന കേന്ദ്രങ്ങളിലോ ചെന്ന് ഇക്കാര്യം പൂർത്തിയാക്കാവുന്നതാണ്. പലരും വീടുകളിലെ പ്രായമായവരുടെ ആധാർ പുതുക്കുന്നതിൽ ശ്രദ്ധിക്കാറില്ല. എന്നാൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ വരുമാന പരിധി കണക്കിലെടുക്കാതെ 70 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് സ്കീമിൽ ഉൾപ്പെടുത്തി 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സാ സഹായം നൽകുവാൻ പോവുകയാണ്. എന്നാൽ ഈ പദ്ധതിയിൽ ഉൾപ്പെട്ട സ്വകാര്യ സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടുമ്പോൾ രോഗിയുടെ ആധാർ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് വരുന്ന OTP നൽകേണ്ടതുണ്ട്. അതിനാൽ 70 കഴിഞ്ഞ എല്ലാവരുടെയും ആധാറിൽ മൊബൈൽ നമ്പർ ചേർത്തിരിക്കണം. ഒരു മൊബൈൽ നമ്പർ തന്നെ വീട്ടിലെ ഒന്നിലധികം പേരുടെ ആധാറിൽ ചേർക്കാവുന്നതാണ്. മറ്റൊന്ന് കുട്ടികളുടെ ആധാറുമായി ബന്ധപ്പെട്ടതാണ്. കുട്ടികളുടെ ആധാർ ആദ്യം അപ്ഡേറ്റ് ചെയ്യേണ്ടത് 5 വയസ്സിലാണ്. ആ സമയത്ത് ആദ്യമായി അവരുടെ ബയോമെട്രിക് രേഖകളും ചേർക്കണം. 7 വയസ്സിന് മുമ്പ് വരെ ഇത് സൗജന്യമാണ്. 7 വയസ്സ് കഴിഞ്ഞാൽ പിന്നീട് 100 രൂപ ഇതിന് നൽകേണ്ടി വരും. 7 വയസ്സിന് മുമ്പ് ഇത് ചെയ്തവർ പിന്നീട് 15 വയസ്സിന് ശേഷം വീണ്ടും ബയോമെട്രിക് അപ്ഡേഷൻ നടത്തേണ്ടതുണ്ട്. ആ സമയത്തും സൗജന്യമായിരിക്കും. എന്നാൽ 7 വയസ്സിന് ശേഷമാണ് പുതുക്കുന്നതെങ്കിൽ 15 വയസ്സ് കഴിഞ്ഞ് പുതുക്കുമ്പോഴും പണം നൽകേണ്ടി. കുട്ടികളുടെ ആധാർ കൃത്യമായി അപ്ഡേറ്റ് ചെയ്യുക. എന്നാൽ മാത്രമേ സ്കോളർഷിപ്പുകൾ അടക്കമുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുകയുള്ളൂ. നിലവിൽ സംസ്ഥാനത്ത് റേഷൻ കാർഡ് മസ്റ്ററിംഗ് ആണ് നടക്കുന്നത്. ആധാർ അപ്ഡേറ്റ് ചെയ്തവർക്ക് ഇത് പെട്ടെന്ന് പൂർത്തീകരിക്കുവാൻ, പ്രത്യേകിച്ചും ബയോമെട്രിക് പുതുക്കിയവർക്ക്. 5 വയസ്സ് കഴിഞ്ഞ കുട്ടികളിൽ ബയോമെട്രിക് ചേർത്തവർക്കാണ് മസ്റ്ററിംഗ് ചെയ്യുവാൻ കഴിയുന്നത്. വളരെ പ്രധാനപ്പെട്ട ആധാർ വിവരങ്ങൾ സ്വന്തമായി പുതുക്കുന്നതിന് 3 മാസം കൂടി സൗജന്യമാക്കിയിരിക്കുന്നു. അല്ലാത്തവർക്ക് അക്ഷയ, ആധാർ സേവന കേന്ദ്രങ്ങൾ വഴി 50 രൂപ അല്ലെങ്കിൽ 100 രൂപ നൽകിയും ഇത് പൂർത്തിയാക്കാവുന്നതാണ്. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ സുഹൃത്തുക്കളിലേക്ക് കൂടി ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.